ഹായ്, ഇന്നത്തെ വീഡിയോ ലോണ്ട്രിയാണ്. ഞാൻ നിൽക്കുന്ന ഏരിയയിലെ ഒറ്റ അപ്പാർട്ട്മെൻറ്റിലും വാഷിംഗ് മെഷീനും ഡ്രയറും ഇല്ല. ഇവിടെ പലയിടത്തായിട്ട് കുറേ ലോണ്ട്രി യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരെണ്ണത്തിലാണ് ഞാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ശ്രീലങ്കൻ സ്റ്റോർ. ഇതിൻ്റെ മുമ്പിലാണ് ഞാൻ പോണ ലോണ്ട്രി. എൻ്റെ 3 മാസത്തെ വിൻ്റർ ഡ്രസ്സൊക്കെയാണ് ഞാനിപ്പോൾ അലക്കാൻ കൊണ്ടുപോകുന്നത്. സമ്മറായ ഷോർട്ട്സും ടീഷർട്ടുമാണ് എല്ലാവരും ഇടുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് കേരളത്തിൽ ഇത്രയും വാമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടായിട്ട് നമ്മളെന്താണ് ഷോർട്ട്സ് ഒന്നും ഇടാത്തതെന്ന്. സോ ഇവിടെ ലോണ്ട്രിയിൽ എങ്ങനെ പേ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ച് ഇവിടെ NFC വഴി പൈസ എടുക്കുക. സോ ഓരോ ടച്ചിനും $5 വെച്ച് നമ്മുടെ എടുക്കും. സോ $5 ക്യാഷായിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കോയിനും ഉണ്ടാവും. ഇനിയിപ്പോൾ കാർഡില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ $2 ആണുള്ളതെങ്കിൽ നമ്മൾ $2 ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തം $1 കോയിൻ തരും. എന്നിട്ട് ഈ കോയിൻ വെച്ചിട്ടാണ് നമ്മൾ അലക്കുന്നത്. സോ ഇവിടെ അലക്കുന്ന യൂണിറ്റും ഉണ്ട്, ഡ്രയറും ഉണ്ട്. ആദ്യം ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിലിടും. എന്നിട്ട് $4 കോയിനായിട്ട് ഇവിടെ വയ്ക്കാം. ഒന്നെങ്കിൽ കനേഡിയൻ ഡോളർ വയ്ക്കാം, അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം കോയിനുണ്ട് അത് വയ്ക്കാം. ഈ സമയം വാട്ടറിൻ്റെ ടെമ്പറേച്ചറും ടൈമും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ $4 ഒരു ലോണ്ട്രിക്ക്. എന്നിട്ട് ഇതേപോലെ പുഷ് ചെയ്യണം, എന്നാലാണ് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു ഫിലിപ്പീൻകാരിയുടെ വാഷിംഗ് സെൻ്ററാണ്. ഇതേപോലെ ഈ ഏരിയയിൽ ഏകദേശം 7-8 വാഷിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ വാഷിംഗ് പൗഡറോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ ഇടാം. സോ ഞാൻ വാഷിംഗ് പൗഡർ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടു. സോ ഇതിൽ 1 സ്റ്റേജും ഉണ്ട്, 2 സ്റ്റേജും ഉണ്ട്. സോ ഒരു വാഷിംഗ് പൗഡർ ആദ്യത്തേലിടുക, രണ്ടാമത്തേതിൽ വേറെ ഇടുക. സോ സെക്കൻഡ് വാഷിൽ അത് യൂസ് ചെയ്തോളൂ. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് നമുക്ക് തരും. സോ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണം. സോ ഇത് ലോണ്ട്രിയിൽ നിന്ന് ഇത് മാറ്റിയിട്ട് അപ്പുറത്തെ ഡ്രയർ സെക്ഷനിലേക്ക് ഇത് കൊണ്ടുപോകണം. ഡ്രയറിന് നമുക്ക് വേറെ കോയിൻ തന്നെ വേണം. സോ അതിന് വേണമെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള $1 കോയിനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു കോയിനോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 കോയിൻ തരും. ഈ ചെറിയ കോയിൻ വേണം നമുക്ക് ഡ്രയറിന് യൂസ് ചെയ്യാൻ. പിന്നെ ഇവിടെ തന്നെ ലിക്വിഡ് സോപ്പും എല്ലാം കൊടുക്കുന്നുണ്ട്, അതിന് വേറെ പൈസ കൊടുത്താൽ മതി. സോ ഇതാണ് ഡ്രയർ സെക്ഷൻ. പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ വിൻ്റർ ക്ലോത്ത്സ് വാഷ് ചെയ്യണം. കാരണം ഈ ഇന്ത്യൻ ഫുഡൊക്കെ വിൻ്റർ ക്ലോത്ത്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിനൊരു കെട്ട മണം ഉണ്ടാവും, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഓരോ കോയിനും 4 മിനിറ്റ് കൂടുതലാക്കിയിട്ടാണ് ഇടുന്നത്. സോ മൊത്തം ഞാൻ 16 മിനിറ്റാണ് ഇടുന്നത്. അപ്പോൾ 4 കോയിൻ ഇട്ടു. അങ്ങനെ ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞു. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.